ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലി സ്വലാത്തൻ തുയസ്സിറു ഉമൂരി അസാനി മിനശ് ശുറൂത്തി ഇസ്തിതാഅത്തിൻ്റെ ശുറൂത്തുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അഹദുഹ എന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ അഹദ് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ സാനി വുജൂദു റാഹില, വാഹനമുണ്ടാവുക. ആർക്ക്? ലിമൻ ബൈനഹു വ ബൈന മക്കത്തെ മർഹലത്താൻ, മക്കയുടെയും അവൻ്റെ നാടിൻ്റെയും ഇടയിൽ രണ്ട് മർഹല ഉള്ളവനിക്ക്. സവാഉൻ ഖദറ അലൽ മഷി, നടക്കാൻ കഴിവുള്ളവനാവട്ടെ, അം ലാ, അല്ലെങ്കിൽ അവൻ കഴിവുള്ളവനല്ല. ലാക്കിൻ പക്ഷേ യുസ്തഹബ്ബു ലിൽ ഖാദിരി അലൈഹി, നടക്കുന്നവനിക്ക് ഹജ്ജ് സുന്നത്തുണ്ട്. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാകുള്ളൂ. അപ്പോൾ ഇല്ല, വണ്ടിയൊന്നും വേണമെന്നില്ല, അവനക്ക് നടക്കാൻ പറ്റും, എന്നാൽ അവനക്ക് നിർബന്ധമില്ല. എന്തേ കടന്നു വരുന്നുള്ളൂ? സുന്നത്തെ കടന്നു വരുന്നുള്ളൂ. അപ്പോൾ അവനക്കത് ചെയ്യാം. അപ്പോൾ ഫൈൻ ലഹിഖത്തുഹു ബിറാഹിലത്തി, റാഹില കൊണ്ട് അവനക്ക് വല്ല ബുദ്ധിമുട്ടും പിന്നീട് വന്നു ചേർന്നാൽ, അതായത് മശഖത്തുൻ ശദീദത്തുൻ, ശക്തമായൊരു പ്രയാസം അവനക്ക് വണ്ടിയിൽ ഉണ്ട് എങ്കിൽ, ഉസ്തുരിത വുജൂദു മഹ്മിലിൻ, ഒരൊട്ടക കട്ടിൽ, വണ്ടിയിൽ മാത്രമല്ല വണ്ടിൻ്റെ ഉള്ളിൽ യാത്രയ്ക്ക് സംവിധാനം വെച്ചിട്ടുള്ള സാധനം ഉണ്ടാവുമല്ലോ. നമ്മളൊന്നും ഇപ്പോൾ അധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ യാത്രാോപാധികളായ കുതിരകളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒട്ടകത്തിൻ്റെ മേലൊക്കെ നല്ല ഒട്ടക കട്ടിലുണ്ടാവും. അതിൻ്റെ പൂനിയും അതൊക്കെ കൂടെ പാടെ വെച്ച് പ്രയാസവും അതിൻ്റെ കുത്തിക്കുലുക്കൊന്നും അറിയാത്ത രീതിയിൽ സോഫ്റ്റായ രീതിയിൽ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ മഹ്മിൽ എന്ന് പറഞ്ഞാൽ. മഹ്മിൽ ഉണ്ടാവണം. ഫതഹിൽ മീമിൽ ഊല വകസരി സാനിയത്തി ദക്കറഹുൽ ജൗഹരിയു, അപ്രകാരം അതിനെ ലബ്ത് ചെയ്തിട്ടുണ്ട്. വസ്തുരിത്ത ശരീക്കുൻ യജ്ലിസു ഫി ശിക്കിൽ ആഖിരി, മറ്റേ ഭാഗത്തിരിക്കുന്ന ഒരു ശരീക്കുമാണ്. അപ്പോൾ രണ്ട് നീണ്ടിട്ടുണ്ടാവും. ഒട്ടകത്തിൻ്റെ ഇങ്ങോട്ടും അങ്ങോട്ടും തൂങ്ങി കിടക്കുന്ന മാതിരിയുള്ള ഒരൊട്ടകക്കട്ടിലാണ് ഉണ്ടാകുക. ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്ര പ്രയാസമായിരിക്കും. നടുവിൽ പിന്നെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് മഹ്മിലുള്ളത്. മറ്റൊരാളും വേണം. ഫൈലം മജിദ് ഷരീക്ക, ഷരീക്കിന് എത്തിച്ചിട്ടില്ല എങ്കിൽ ഫലൽസമുൽ ഹജ്ജു, ഹജ്ജ് അവനക്ക് നിർബന്ധമാവുകയില്ല. അപ്പോൾ വഇൻ വജദ മുഅനതൽ മഹ്മിലി ബി തമാമിഹി, അപ്പോൾ അവന് ഈ ഒട്ടകക്കട്ടിലിൻ്റെ ചിലവ് അവനക്ക് കിട്ടി. കാലഫി ഷാമിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ വലൗ ലഹിഖഹു മശഖത്തുൻ അളീമത്തുൻ ഫി റുകൂബിൽ മഹ്മിലി, മഹ്മിൽ കയറുന്നതിൽ അവനക്ക് ഭയങ്കര പ്രയാസമുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് സാധിച്ചോളുന്നുണ്ടാവില്ല. ഓരോരുത്തരുടെ ശരീര പ്രകൃതം വെച്ചിട്ടേക്കാരം അത് സാധ്യമാകൽ. അപ്പോൾ ഊത്തുബറ ഫിഖ്ഹി അൽ കനീസത്തു, അവനക്ക് എന്ത്? കനീസ പറഞ്ഞാൽ അവിടെ സത്രങ്ങൾ, വഴിയോരങ്ങളിൽ വിശ്രമിക്കാനുള്ള ഇതൊക്കെ അവനക്ക് വേണം. എന്നാൽ എന്ത് ചെയ്താൽ മതി? അവന് ഹജ്ജിന് പോയാൽ മതി. അല്ലെങ്കിൽ ദീർഘമായ യാത്ര അവനക്ക് ശാരീരികമായ പ്രയാസമുണ്ടാക്കും. വതുലക്കൽ മഹാമിലി വഗൈറുഹു അന്നൽ മർഅത, സ്ത്രീ യുതബറു ഫി ഹഖ്ഖിഹ അൽ മഹ്മിലു, സ്ത്രീൻ്റെ ഹക്കിൽ മഹ്മിൽ എന്താണ്? അത് നിർബന്ധമാണ്. സ്ത്രീൻ്റെ ഹക്കിൽ മഹ്മിൽ നിർബന്ധമാണ്. കാരണം എന്താ? ലി അന്നഹു, അത് അസ്തറുലഹ, അത് അവളെ ഏറ്റവും കൂടുതൽ അവൾക്ക് സിത്തർ, മറയുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരു പെണ്ണ് ഒട്ടകപ്പുറത്ത് തുറന്ന രീതിയിൽ സഞ്ചരിക്കാൻ ആവശ്യമില്ല. അവൾക്ക് ഒട്ടകക്കട്ടിൽ നിർബന്ധമാണ്. ആ ഒട്ടകക്കട്ടിലിൽ അവൾ ഇരുന്ന് അവൾ മറയോടുകൂടെ പോയാൽ മതി. ആ നിബന്ധന ഉണ്ട്. ഇനി വമൻ, ഒരുത്തന്, ബൈനഹു വ ബൈനഹ, ഈ മക്കത്തെയും അവൻ്റെ ഇടയിലും, ദൂന മർഹലത്തെയും, രണ്ട് മർഹലക്കു താഴെയാണുള്ളത്. നമ്മൾ ജംഅ ഖസ്റിൻ്റെ ബാബിലൊക്കെ പറയുന്ന ആ മർഹലെ തന്നെ കണക്കാക്കാം. ആ രണ്ട് മർഹലയുടെ താഴെയാണുള്ളതെങ്കിൽ ഏതവസ്ഥയിൽ? വഹുവ, അവൻ, ഖവിയുൻ അലൽ മശ്യി, നടക്കാൻ പറ്റും ചെയ്യും. എന്നാൽ യൽസമുൽ ഹജ്ജു, ഹജ്ജ് നിർബന്ധ. നേരത്തെ പറഞ്ഞതോ രണ്ടു മർഹലയുള്ളവനാണെങ്കിൽ
വണ്ടി ഉണ്ടെങ്കിലേ നടക്കാൻ കഴിയുമെങ്കിലും അവനക്ക് നിർബന്ധമുള്ളൂ, വണ്ടി ഉണ്ടെങ്കിലേ അവനക്ക് സുന്നത്തിയുള്ളൂ പറഞ്ഞു. ഇത് ബിലോ മർഹല 2 മർഹലയാണ്. അങ്ങനെയാണെങ്കിലോ നടക്കാൻ അവനക്ക് സ്ട്രോങ്ങുമാണെങ്കിൽ ഇൽസമുൽ ഹജ്ജ് നിർബന്ധമാണ്. വലായുത്തബിറി ഫഖി വജൂദു റാഹില, അവിടെ വണ്ടി വേണമെന്ന് അവിടെ പറയുന്നില്ല. കാരണം സാധാരണ മനുഷ്യർക്ക് പോകുന്ന വഴിദൂരമേ അതുള്ളൂ. അപ്പോൾ കവിയാണെങ്കിൽ എന്നാ പറഞ്ഞ വഹുവ കവീനൽ മഷി എന്ന് പറഞ്ഞു. അപ്പം ഇനി അതിൻ്റെ ഒരു മുഹ്തറസ്. അപ്പോൾ ഫൈനിൽ മഷീനെ തൊട്ടവൻ ബലഹീനനാണെങ്കിൽ അവനക്ക് നടക്കാൻ എന്താവുന്നില്ല, കഴിയില്ല എങ്കിൽ ഫക്കൽ ബഈദി അൻ മക്കത്ത, മക്കയെ തൊട്ട് വിദൂരമായ പോലെയാണ്. അപ്പോൾ ഫയുത്തബറു ഫി ഹഖിഹി, അവൻ്റെ ഹക്കിൽ മുത്തബറാണ് വുജൂദുർ റാഹില. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി, പിന്നെ നടക്കാൻ ബലഹീനനായ ആൾ ഹജ്ജ് അവനക്ക് നിർബന്ധമാവുകയുള്ളൂ. പിന്നെ വൽ മഹ്മിലു അയലൻ, മേലെ വണ്ടി ഉള്ളവർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യൽ പ്രയാസമുള്ളപ്പോൾ മഹ്മിൽ ഷർത്താക്കപ്പെട്ടതുപോലെ തന്നെ ഇവിടെയും മഹ്മിൽ ഷർത്താക്കപ്പെട്ടു. അയലൻ എന്നതിനെയാണ് ഞാനിപ്പോൾ വെച്ചത്. നമ്മൾ വീണ്ടും അയലൻ എന്നൊക്കെ പറഞ്ഞാൽ മഫൂല് മുത്തലക്കാണ്. അവിടെയാണ് വൽ മഹ്മിലു അയലൻ. അപ്പോൾ അവിടെ എപ്പോഴാണോ മഹ്മിൽ ഷർത്തായത് അതിവിടെയും ബാധകമാണ്. ഇല്ലം യുംകിനുഹു റുകൂബ് ബിദൂനിഹി, ആ മഹ്മിലിൻ കൂടാതെ അവനക്ക് റുകൂബ് സാധ്യമായിട്ടില്ലെങ്കിൽ. ബിഹൈസ് യുഅ്തബറു വുജൂദുഹുമാ, അപ്പോൾ റാഹിലത്തും വേണം മഹ്മിലും ത്തിൻ്റെയും വുജൂദിനെ മുഅ്തബറായ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത് ഫൽ മുറാദു അത്തമക്കുനു മിൻ തഹ്സീലിഹിമാ, അത് രണ്ടും കരസ്ഥമാകാൻ സാധ്യമാവുക എന്നുള്ളതാണ്. റാഹിലത്തുണ്ട് പറഞ്ഞാൽ റാഹിലത്ത് അവിടെ ഉണ്ട്, അതായത് റാഹിലത്ത് അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ മേലിലുള്ള മഹ്മിൽ അവനക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ്. എങ്ങനെ അച്ചീവ് ചെയ്യുക? ബിഷിറാഇൻ, വാങ്ങൽ കൊണ്ടോ, ഔ ബിസ്തിജാറിൻ, അല്ലെങ്കിൽ റെൻ്റ് എടുക്കൽ കൊണ്ടോ, ബി സെമനിൽ മിസിലി, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാല്യൂ. സാധാരണ നമ്മൾ സെമനിൽ മിസിൽ പറയുന്നത് എന്താണ്? സെമനിൽ മിസിൽ പറയുന്നത് ആ സാധനത്തിന് എത്രയാണോ അന്നത്തെ മാർക്കറ്റ് റേറ്റ് ഉള്ളത് ആ റേറ്റ് അനുസരിച്ച് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ, അതല്ല അവൻ ചെന്ന പ്രത്യേകിച്ചുള്ള റീറ്റെയിൽ കടക്കാർ അതിന് നിലവിലുള്ള ആ സാധനത്തിൻ്റെ സെമനി മിസിലിനേക്കാൾ അധികരിച്ച് പറഞ്ഞാൽ അവനക്ക് വാങ്ങാൻ പറ്റൂല എങ്കിൽ വേണ്ടല്ല. സെമനി മിസിലനുസരിച്ച് അവനക്ക് വാങ്ങാൻ പോസിബിലിറ്റി ഉള്ള പണം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി. അവൻ്റെ നിലവിലുള്ള പണം സെമനി മിസിലനുസരിച്ച് വാങ്ങാൻ പറ്റും. പക്ഷേയോ അവരോട് പിന്നെ തുജാറുകൾ വെച്ചിട്ടുള്ള വില സെമനി മിസിലല്ല, അതിനേക്കാൾ സിയാദത്താണെങ്കിൽ അവൻ എന്ത് ചെയ്യണ്ട, അവിടെയും മേടിക്കണ്ട. ഔ ഉജറത്തിൽ മിസിലി, അല്ലെങ്കിൽ ഉജറത്ത് മിസിൽ മടങ്ങുന്നത് റെൻ്റ് എടുക്കുന്നിടത്തേക്കും വാങ്ങുന്നിടത്തേക്കാണ് സെമനി മിസിലുമാണ്. അപ്പോൾ ഉജറത്ത് മിസിൽ പറഞ്ഞാൽ എന്താ, അതുപോലത്തെ ഒരു ഒട്ടകക്കട്ടിലും ആ വാഹനവും മേടിക്കുന്ന സമയത്ത് സാധാരണ നിലക്ക് എത്രയാണോ അതിന് വാടക ഈടാക്കാറുള്ളത് ആ വാടകയ്ക്ക് അതിന് റെൻ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓന് വാങ്ങിയിട്ട് ആ നിർബന്ധം വീട്ടിയാൽ മതി. ഇല്ല, ഇതൊക്കെ കൊള്ളലാഭവും കള്ളലാഭമൊക്കെ നടത്തിയിട്ട് അധിക വില ഈടാക്കുന്ന ബിസിനസ് തന്ത്രങ്ങൾ അവിടെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവനെന്തു ചെയ്യണ്ട, അത് മേടിച്ചിട്ട് ആ നിർബന്ധം വീട്ടണമെന്നില്ല. അപ്പോൾ അവനക്ക് നിർബന്ധം വരുന്നില്ല.